ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ബാക്ക് നമുക്ക് എ ലൈനും ഫ്രണ്ട് നമുക്ക് ഒരു യോക്ക് കട്ട് ചെയ്ത് പ്ലീറ്റഡ് നൈറ്റ് തയ്ക്കുന്ന പോലെ ഫ്രണ്ട് നമുക്ക് പ്ലീറ്റഡ് നൈറ്റ് നമുക്ക് തയ്ച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൈറ്റ് തുണി എടുത്തിട്ടുണ്ട്. ഈ നൈറ്റ് തുണി നമുക്കൊരു 55 ഇറക്കം വരെ കിട്ടുന്ന ഒരു നൈറ്റ് തുണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഒരു 45 ഇഞ്ച് 45 വരെ വണ്ണത്തിലുള്ള ഒരാൾക്കാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വണ്ണത്തിന് ആദ്യം മടക്കിയിട്ട് പിന്നെ നമ്മളിതിനെ നീളത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും നമുക്ക് ഇങ്ങനെ ഇടാം. ഇത് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസ് നമ്മുടെ എ ലൈനാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കഴുത്തുവട്ടം എന്ന് പറയുന്നത് ഞാനൊരു 2.5 കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡ് വേണമെങ്കിൽ ഒരു 3 ഇഞ്ച് ആയാലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊരു 2.5 കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇറക്കം നമുക്കൊരു 3.5 ഇഞ്ച് കൊടുക്കാം. ഇനി ഞങ്ങൾ ബാക്കിൽ ആ കഴുത്തങ്ങ് നമുക്ക് വരച്ച് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷോൾഡർ നമുക്കൊരു 7.5 കൊടുക്കാം. അപ്പോൾ നൈറ്റിയാണ്, അപ്പം 45 സൈസ് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ലൂസൊക്കെ ആയിട്ട് കിടക്കാം. നമ്മൾ ഷോൾഡർ അത്രയൊക്കെ കൊടുക്കാം കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ ചുരിദാറിന് നമ്മൾ ഇത് ബ്ലൗസിനൊക്കെ കൊടുക്കുന്ന പോലെ അല്ലാതെ കുറച്ച് കറക്റ്റ് നമ്മൾ ആ ഷോൾഡർ എടുക്കുന്ന അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 7.5 ഇഞ്ച് നമുക്ക് കൊടുക്കാം. ഇനി നമ്മുടെ കൈക്കുഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയാണ് കൊടുക്കുന്നത്. കൈയൊക്കെ നമുക്കിങ്ങനെ ഇറുകിയിരിക്കേണ്ട കാര്യമില്ല, കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ നൈറ്റ് കിടക്കണം. അപ്പോൾ 1 ഇഞ്ച് കൂട്ടി നമുക്കൊരു 8.5 ഇഞ്ചിൽ നമുക്ക് ഇതിൻ്റെ കൈക്കുഴയ്ക്കുള്ള അളവ് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം വേണം. ചെസ്റ്റിൻ്റെ വണ്ണത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു 45 നമ്മളൊരു 4 ആക്കി എടുക്കുമ്പോൾ നമുക്കൊരു 11.25 കിട്ടുന്നത്. ആ 11.25 നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ഇഞ്ച് ഇതിന് തയ്യൽ തുമ്പും കൂടെ നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇത്രയും ഇതിങ്ങനെ നമുക്കിങ്ങനെ വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് വരയ്ക്കാനായിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് ഇതിൻ്റെ ആ കോർണറിലോട്ട് നമുക്കൊരു 1.5 ഇഞ്ച് കൊടുക്കാം. ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അവിടെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് താഴോട്ട് ഇതിന് ഷേപ്പ് വേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എയർലൈൻ നൈറ്റി അല്ല, ഫ്രണ്ടും ബാക്ക് എയർലൈൻ നൈറ്റി ആണെങ്കിൽ നമ്മൾ ഇടവണ്ണമൊക്കെ ഒന്ന് കൊടുക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആ തയ്യൽ തുമ്പ് വണ്ണത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നമ്മൾ ആറ്റ ഭാഗമില്ലേ, ആ ഭാഗത്തോട്ട് നമ്മൾ നേരെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് അങ്ങോട്ട് വരയ്ക്കുക. അങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ നമുക്കിതിനെ വെട്ടിയെടുക്കാം. കഴുത്തും കൈക്കുഴിയും അതിൻ്റെ വണ്ണം എല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് ഇതിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിതിൻ്റെ കൈയും കൂടെ നമ്മൾ വെട്ടി മാറ്റണം. അപ്പോൾ നമുക്ക് കൈ വെട്ടി മാറ്റാനായിട്ട് നമ്മൾ ഇതിൻ്റെ കൈയിറക്കം നമുക്കൊരു 7-7.5 ഇഞ്ചോളം കൊടുക്കാം. അപ്പോൾ നമുക്കത് കൂട്ടി ഒരു 8 ഇഞ്ച് മൊത്തത്തിൽ നമുക്ക് കൈയിൻ്റെ നീളം കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ വണ്ണമാണ്. കൈയിൻ്റെ വണ്ണം നമ്മൾ എത്രയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 7 അതിൻ്റെ തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട്, അതും കൊടുക്കാൻ നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കൈയിൻ്റെ ഇത് വീതി വേണ്ടേ നമുക്ക്. അപ്പോൾ നമ്മുടെ ഒരു കൈയുടെ അളവ് ഒരു 18 ആണെങ്കിൽ 16 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പകുതി ഒരു 8 കണക്കാക്കിയിട്ട് നമുക്കിതൊരു ഷേപ്പിൽ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ അളന്ന് നമുക്കിതിനെ വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കൈയിനെ ഒന്ന് വരച്ചിട്ട് നമുക്ക് വെട്ടി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കൈ ഞാൻ ഒത്തിരി നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ കൈയും നമ്മൾ വെട്ടി മാറ്റി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പീസാണ് ഇനി കട്ട് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കും കൈയും കഴിഞ്ഞാൽ ഫ്രണ്ടാണ്. അപ്പോൾ നമുക്കിനി ഈ ഫ്രണ്ട് വെട്ടാനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ബാക്ക് പീസ് വെക്കാം. ബാക്ക് പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ കഴുത്തിൻ്റെ ആ വട്ടവും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ ആ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ കൈക്കുഴ നമുക്കൊന്ന് അടയാളം കൊടുക്കാം. ഈ കൈക്കുഴ ഒന്ന് ജസ്റ്റ് നമ്മൾ ഇതിൽ അടയാളം കൊടുത്തിട്ട് നമ്മൾ വെട്ടിയെടുക്കാനുള്ളത് നമ്മൾ കൈക്കുഴയുടെ അടയാളം നമുക്ക് കൊടുക്കാം. കൈക്കുഴയുടെ അടയാളം നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ നിന്ന് നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒരു 9 ഇഞ്ച് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ നമ്മൾ ഇങ്ങോട്ട് പിടിക്കുകയാണെങ്കിൽ ഒരു 3-3.5 ഇഞ്ച് അല്ലെങ്കിൽ മുകളിൽ നിന്ന് പിടിക്കുമ്പോൾ ഒരു 9 ഇഞ്ച് കണക്കാക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു അടയാളം നമുക്ക് കൊടുക്കാം. ഈ നമ്മുടെ യോക്കിന് നമ്മൾ കൊടുക്കുന്നത് ഒരു 10.5 ഇഞ്ചാണ് നമ്മൾ യോക്കിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ യോക്കിന് നമ്മളൊരു 10.5 ഇഞ്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ 9-ലോട്ട് നമ്മളൊരു അടയാളം കൊടുത്തില്ലേ, അവിടോട്ട് നമ്മളൊരു യോക്ക് പോലെ നമുക്കിങ്ങനെ വരച്ച് എടുക്കാം.
വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം ഇല്ലേ നമ്മൾ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള അത് ആ 11.25 പിന്നെ അതിൻ്റെ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമുക്ക് ആ ചെസ്റ്റും കൂടെ അളന്ന് കൊടുക്കാം. ആ ചെസ്റ്റ് കൊണ്ട് അളന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം നമ്മൾ അപ്പോൾ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് വെട്ടിയെടുക്കുക. നമ്മൾ ആ യോക്ക് വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ ആ 9 ഇഞ്ച് കൊടുത്തിട്ടില്ലേ ആ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പിൽ വെട്ടി എടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഭാഗം ആ ഷേപ്പ് വളഞ്ഞു കിടക്കുന്ന ഭാഗമില്ലേ നമ്മളിതിനെ ഒന്ന് ഒരു കൈക്കുഴ അതങ്ങ് വെട്ടിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്രണ്ട് പീസിൻ്റെ ആ ലാസ്റ്റ് അതായത് നമ്മുടെ കൈക്കുഴ വരുന്ന ആ ഒരു ഭാഗമില്ലേ അവിടോട്ട് ഇതങ്ങ് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഷേപ്പിൽ 1/2 ഇഞ്ച് കൂടി കൊടുത്താലെന്ന് പറയാൻ കാരണം നമ്മളിതിങ്ങനെ മുകളിൽ കയറ്റി വെച്ചല്ലേ അടിക്കുന്നത്. ഒന്നല്ലെങ്കിൽ പൈപ്പിംഗ് ഒക്കെ വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നത് കുറച്ച് തുണി കിട്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ കുറച്ച് അതിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല, ഇച്ചിരി ഒരു കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഷേപ്പിൽ നമുക്ക് അവിടെ വെട്ടിയെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആ ഷേപ്പിൽ അങ്ങനെ വരച്ചിട്ട് നമുക്ക് ആ ഭാഗം നമുക്കിതുപോലെ വെട്ടിയെടുക്കാം. അത് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ. ഇങ്ങനെ ഒരു ഇതുപോലെ നിൽക്കുന്നില്ല, അത് പാടില്ല. നമ്മളതിനെ കറക്റ്റായിട്ടൊന്ന് ചെരിച്ച് ഇങ്ങനെ വെട്ടി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ഇത് നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലെ കയ്യും യോക്കിൻ്റെ അടിയിൽ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഫ്ലീറ്റുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് എങ്ങനെ വേണം നിങ്ങളുടെ ഫ്ലീറ്റുകൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഫ്ലീറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കയ്യും കൂടെ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഇത് തയ്ച്ച് വരുമ്പോൾ ഈ ഒരു ഷേപ്പായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് 2 3 ബട്ടൺസ് നിങ്ങൾക്ക് ഷോ ബട്ടൺ വെക്കാവുന്ന. പിന്നെ നിങ്ങൾക്ക് ഈ യോക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഫ്രില്ല് അതായത് തുണി കിട്ടും. നമുക്ക് ലൈൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ചെറിയ പീസുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു പ്ലേറ്റ് അടിച്ചിട്ട് ഒരു ഫ്രില്ല് പോലെയൊക്കെ വെച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രണ്ട് പ്ലേറ്റും ബാക്ക് ലൈനും കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.